SCRT ചാപ്റ്റർ വൈസ് MCQസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രസ്താവന ചോദ്യങ്ങൾ ഉൾപ്പെടെ 115 MCQs ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 6ാം ക്ലാസ് സയൻസിലെ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ആദ്യത്തെ ചാപ്റ്ററിലെ 90 MCQs പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിന്റെ ലിങ്ക് മുകളിൽ നൽകിയേക്കാം, കാണാത്തവർ കാണുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയച്ചതെന്ന്? ആൻസർ ഓപ്ഷൻ എ 1601 ഏപ്രിൽ മാസത്തിൽ. ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ബുക്കിന്റെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബുക്കിന്റെ പേര് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. എന്താണ് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ? അപ്പോൾ അതിൽ പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. അപ്പോൾ അതിനുശേഷം കപ്പൽ വ്യൂഹത്തിൽ 4 കപ്പലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ദൗത്യത്തിൽ പങ്കെടുത്ത കപ്പലുകളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി വിക്ടോറിയ ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ദൗത്യത്തിൽ പങ്കെടുത്ത കപ്പലുകൾ ഏതൊക്കെയാണ്? അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. അപ്പോൾ 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. അപ്പോൾ കപ്പൽ വ്യൂഹത്തിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ആദ്യ ദൗത്യത്തിൽ പങ്കെടുത്ത 4 കപ്പലുകൾ ഏതൊക്കെയാണ്? അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ. അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യ യാത്രയ്ക്ക് ശേഷം സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കപ്പലുകൾ പ്രധാനമായും ശേഖരിച്ച വ്യാപാര വിഭവങ്ങൾ ഏതൊക്കെയായിരുന്നു? അപ്പോൾ നമ്മളിത് വായിച്ചതാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കുരുമുളകും ഗ്രാമ്പുവുമാണ്. അപ്പോൾ ആദ്യ യാത്രയ്ക്ക് ശേഷം സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കപ്പലുകൾ പ്രധാനമായും ശേഖരിച്ച വിഭവങ്ങൾ ഏതൊക്കെയായിരുന്നു? കുരുമുളകും ഗ്രാമ്പുവുമായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം ദൗത്യത്തിന്റെ മടക്കയാത്രയിൽ കടലിൽ വെച്ച് തകർന്നുപോയ കപ്പൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സൂസൻ ആണ്. അപ്പോൾ സൂസൻ എന്ന കപ്പലാണ് രണ്ടാം ദൗത്യത്തിന്റെ മടക്കയാത്രയിൽ കടലിൽ വെച്ച് തകർന്നു പോയത്. പേര് ഓർത്ത് വയ്ക്കണം. സൂസൻ എന്ന കപ്പലാണ് മടക്കയാത്രയിൽ കടലിൽ വെച്ച് തകർന്നു പോയ കപ്പൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജെയിംസ് ഫുൾച്ചർ ആണ്. അപ്പോൾ ജെയിംസ് ഫുൾച്ചർ ആണ് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന ബുക്ക് എഴുതിയത്. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ PSC നേരത്തെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബുക്കിന്റെ പേര് തന്നിട്ട് അത് ആരാണ് എഴുതിയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ബുക്കിന്റെ പേരായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ജെയിംസ് ഫുൾച്ചർ ആണ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂടി പഠിക്കാം. യൂറോപ്യന്മാർ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പുതിയ സമുദ്രമാർഗം കണ്ടെത്താൻ കാരണമായ അനുകൂല ഘടകങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വച്ചേക്കണം. പ്രസ്താവന ചോദ്യങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, പിന്നെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതും യൂറോപ്യന്മാർ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പുതിയ സമുദ്രമാർഗം കണ്ടെത്താൻ കാരണമായ അനുകൂല ഘടകങ്ങളായിരുന്നു. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ കടൽ മാർഗം എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. അപ്പോൾ വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ. ഇത് 2 ക്വസ്റ്റ്യനും നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യന്മാർ ആരായിരുന്നു? ആൻസർ പോർച്ചുഗീസുകാരാണ്. ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാരായിരുന്നു. അപ്പോൾ വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, യൂറോപ്യന്മാരെ കിഴക്കൻ ദിക്കുകളിലേക്ക് ഒരു സമുദ്രമാർഗം കണ്ടെത്തുന്നതിലേക്ക് നയിച്ച
പ്രധാന ചരിത്രപരമായ സംഭവം എന്തായിരുന്നു? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതാണ് യൂറോപ്യന്മാരെ കിഴക്കൻ ദിക്കുകളിലേക്ക് ഒരു സമുദ്രമാർഗം കണ്ടെത്തുന്നതിലേക്ക് നയിച്ച പ്രധാന ചരിത്രപരമായ സംഭവം എന്തായിരുന്നു? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതായിരുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വർഷത്തിലാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്? ആൻസർ ഓപ്ഷൻ സി, 1453-ലാണ്. അപ്പോൾ 1453-ലാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ഏതൊക്കെ പ്രദേശങ്ങൾക്കിടയിലായിരുന്നു? യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453-ൽ തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യന്മാരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. ഈ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമയുടെ കപ്പലുകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ഡ്രാഗൺ ആണ്. ആൻസർ ഓപ്ഷൻ ഡി, ഡ്രാഗൺ ആണ് വാസ്കോ ഡ ഗാമയുടെ കപ്പലുകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ പെടാത്തത്. അപ്പോൾ വാസ്കോ ഡ ഗാമയുടെ കപ്പലുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്ന 3 കപ്പലുകളാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഏതൊക്കെയാണ്? ഗബ്രിയേൽ, റാഫേൽ, ബെറിയോ. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലായാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഈ 3 പേരുകളും നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. ഗബ്രിയേൽ, റാഫേൽ, ബെറിയോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാസ്കോ ഡ ഗാമ 1498-ൽ കോഴിക്കോടിന് സമീപമുള്ള ഏത് സ്ഥലത്താണ് എത്തിച്ചേർന്നത്? ഏത് സ്ഥലത്താണ്? നമുക്ക് അറിയാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി, കാപ്പാട് എന്ന സ്ഥലത്താണ്. കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ 1498-ൽ കോഴിക്കോടിൽ വന്നെത്തിച്ചേർന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയ കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ഏതായിരുന്നു? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, സാമൂതിരി രാജവംശമായിരുന്നു. അപ്പോൾ സാമൂതിരി രാജവംശമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയ കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം. ഏതാണ്? സാമൂതിരി രാജവംശമാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, അറബികളെ പുറത്താക്കി തങ്ങൾക്ക് വ്യാപാരാനുമതി നൽകണമെന്ന വാസ്കോ ഡ ഗാമയുടെ ആവശ്യം സാമൂതിരി നിരസിച്ചതിനെ തുടർന്ന് ഗാമ ഏത് നാട്ടിലെ രാജാവിൽ നിന്നാണ് വ്യാപാരാനുമതി നേടിയെടുത്തത്? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നുമാണ്. അപ്പോൾ അറബികളെ പുറത്താക്കി തങ്ങൾക്ക് വ്യാപാരാനുമതി നൽകണമെന്ന വാസ്കോ ഡ ഗാമയുടെ ആവശ്യം സാമൂതിരി നിരസിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നാണ് വ്യാപാരാനുമതി നേടിയെടുത്തത്. അപ്പോൾ ഇത് ഓർത്തു വയ്ക്കണം. കണ്ണൂരിലെ കോലത്തിരി രാജാവാണ് വാസ്കോ ഡ ഗാമയെ സഹായിച്ചത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, അക്കാലത്ത് കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം പൂർണ്ണമായി നിയന്ത്രിച്ചത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, അറബികളായിരുന്നു. അപ്പോൾ അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് മടങ്ങിയത് തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ എത്ര ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, 60 ഇരട്ടി. അപ്പോൾ 60 ഇരട്ടി മൂല്യമുള്ള ചരക്കുകളുമായാണ് വാസ്കോ ഡ ഗാമ പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയത്. ഓർത്തു വയ്ക്കണം, 60 ഇരട്ടി മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് മടങ്ങിയത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, കടലിൽ വെച്ച് പോർച്ചുഗീസുകാർക്ക് ശക്തമായ പ്രതിരോധവും എതിർപ്പും ഉയർത്തിയത് സാമൂതിരിയുടെ ആരായിരുന്നു? ഇവിടെ ആൻസർ ഓപ്ഷൻ സി, നാവിക തലവന്മാരായ കുഞ്ഞാലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർ ആരായിരുന്നു നമുക്ക്? പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് ആരായിരുന്നു? കുഞ്ഞാലി മരയ്ക്കാറായിരുന്നു. അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാർമാർ എന്തായിരുന്നു? ഒരു സ്ഥാനപ്പേരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ എന്നത്. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്താൽ ആരായിരുന്നു? കുഞ്ഞാലി മൂന്നാമനായിരുന്നു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ഈ കുഞ്ഞാലി നാലാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്. അപ്പോൾ ഗോവയിൽ വെച്ച് വധിച്ച കുഞ്ഞാലി ആരായിരുന്നു? കുഞ്ഞാലി നാലാമനെയായിരുന്നു പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. ഇപ്പോൾ പഠിച്ച പോയിന്റ്സ് വെച്ച് പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം.
അപ്പോൾ പ്രസ്താവന 1, ചാലിയൻകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. ആകെ 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ കുഞ്ഞാലിമരയ്ക്കാർ എന്ന സ്ഥാനം അലങ്കരിച്ചത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച നാവിക തലവനായിരുന്നു കുഞ്ഞാലി നാലാമൻ. ഇതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ സി 1, 2, 3 എന്നിവ ശരിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ പരിചയപ്പെടുത്തിയ കാർഷിക വിളകളിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി കുരുമുളകാണ്. കുരുമുളക് എന്നത് കേരളത്തിലെ തദ്ദേശീയ വിളയാണ് കുരുമുളക് എന്നത്. ഏതൊക്കെയാണ്? ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. ഏതൊക്കെയായിരുന്നു? കശുമാവ് അഥവാ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് എവിടെയാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി കൊച്ചിയിലാണ്. അപ്പോൾ നമുക്കിതിൽ നിന്നും വേറെ ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. അത് സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. ഈ 3 പോയിന്റും പഠിച്ചു വെക്കുക. ഈ 19ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങളുടെ ശരിയായ കൂട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൊച്ചി, ഗോവ, ദാമൻ ദിയു. പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങളുടെ കൂട്ടം ഏതാണ്? കൊച്ചി, ഗോവ, ദാമൻ ദിയു. 20ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ച യൂറോപ്യന്മാർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ച യൂറോപ്യന്മാർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാരുടെ സ്വാധീനത്താൽ കേരളത്തിൽ പ്രചരിച്ച കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ചവിട്ടുനാടകം, മാർഗംകളി എന്നിവയാണ് പോർച്ചുഗീസുകാരുടെ സ്വാധീനത്താൽ കേരളത്തിൽ പ്രചരിച്ച കലാരൂപങ്ങൾ. ഏതൊക്കെയാണ്? ചവിട്ടുനാടകം, മാർഗംകളി. പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് ഏത്? മാനുവൽ കോട്ട. അതെവിടെ സ്ഥാപിച്ചു? കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. ഇനി കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളാണ് പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായത്? കൊച്ചി, ഗോവ, ദാമൻ ദിയു. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചതും പോർച്ചുഗീസുകാരാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പോർച്ചുഗീസുകാർക്ക് തൊട്ട് പിന്നാലെ രണ്ടാമതായി എത്തിച്ചേർന്ന യൂറോപ്യന്മാർ ആരായിരുന്നു? ഇവിടുത്തെ ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ സി ഡച്ചുകാരാണ് പോർച്ചുഗീസുകാർക്ക് ശേഷം രണ്ടാമതായി എത്തിച്ചേർന്ന യൂറോപ്യന്മാർ. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് നമുക്ക് പണ്ട് മുതൽ ഉപയോഗിക്കുന്ന ഒരു കോഡുണ്ട്. എന്താണത്? പോഡ ബിഫെ, PDBF. ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, രണ്ടാമതായി വന്നതാരാണ്? ഡച്ചുകാരാണ്, മൂന്നാമതായി വന്നത് ബ്രിട്ടീഷുകാരാണ്, ഫ്രഞ്ചുകാരാണ് നാലാമതായിട്ട് വന്നത്. അങ്ങനെ PDBF, പോഡ ബിഫെ എന്നൊരു കോഡ് നമുക്ക് പഠിച്ചു വെച്ചാൽ ഇത് ഓർത്തു വയ്ക്കാൻ കഴിയും. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ഡച്ചുകാർ താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ഹോളണ്ട് അഥവാ നെതർലൻഡ്സ്. അപ്പോൾ ഡച്ചുകാർ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യയിൽ വന്നത്? ഹോളണ്ട് അഥവാ നെതർലൻഡ്സിൽ നിന്നാണ് ഡച്ചുകാർ ഇന്ത്യയിലേക്ക് വന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏതാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ഗോവയും ദാമനുമാണ്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഗോവയും ദാമനുമാണ്. നമുക്ക് പോയിന്റ്സ് പഠിക്കാം. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ അഥവാ നെതർലൻഡ്സിൽ നിന്നുള്ളവരായിരുന്നു. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. അപ്പോൾ നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു
എന്ത്? ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഈ കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 25ാമത്തെ ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധം നടന്നത് ഏത് വർഷത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ, 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരുമായി ഏറ്റുമുട്ടിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മയായിരുന്നു. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരുമായി ഏറ്റുമുട്ടിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു. 27ാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവനകൾ പരിശോധിക്കുക. 1. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചിലിൽ വെച്ചാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. അത് ശരിയായ പ്രസ്താവനയാണ്. 2. ഈ യുദ്ധത്തിൽ ഡച്ചുകാർ വിജയിക്കുകയും തിരുവിതാംകൂർ കീഴടങ്ങുകയും ചെയ്തു. ഇത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. 3. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ്. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 1, 3 മാത്രം ശരിയാണ്. കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയാണ് വിജയിച്ചത്. ഡച്ചുകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഡച്ചുകാരുമായുള്ള ബന്ധത്തിൽ നിന്ന് കേരളത്തിന് ലഭിച്ച ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പോൾ ഡച്ചുകാരുമായുള്ള ബന്ധത്തിൽ നിന്ന് കേരളത്തിന് ലഭിച്ച ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ KS മണിലാൽ ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി മലയാളം, ഇംഗ്ലീഷ് എന്ന ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി 742. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഹെൻറിക് വാൻഡ്രീഡ് ആയിരുന്നു. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരായിരുന്നു? ഹെൻറിക് വാൻഡ്രീഡ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ ഹെൻറിക് വാൻഡ്രീഡിനെ പ്രധാനമായും സഹായിച്ച മലയാളി വൈദ്യൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഇട്ടി അച്യുതൻ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ ഹെൻറിക് വാൻഡ്രീഡിനെ പ്രധാനമായും സഹായിച്ച മലയാളിയായിരുന്നു ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിക്കാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ് ഇട്ടി അച്യുതൻ ജനിച്ചത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ എവിടെയാണ്? ആലപ്പുഴയിലാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹം പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. അപ്പോൾ ഇട്ടി അച്യുതൻ പ്രഗത്ഭനായ ഒരു നാട്ടുവൈദ്യനായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ് ജനിച്ചത്. സ്ഥലം ഓർത്തു വയ്ക്കണം. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഇട്ടി അച്യുതനെ കൂടാതെ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ പങ്കാളികളായ മറ്റ് കൊങ്കണി ബ്രാഹ്മണർ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇട്ടി അച്യുതനെ കൂടാതെ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ പങ്കാളികളായ മറ്റ് കൊങ്കണി ബ്രാഹ്മണർമാരാണ് അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. 34ാമത്തെ ക്വസ്റ്റ്യൻ, മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഡച്ചുകാർക്ക് ശേഷം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികൾ ആരെല്ലാമാണ്? നമുക്കറിയാലോ ആൻസർ ഓപ്ഷൻ ബി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമാണ്. PDBF. അതിൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, പിന്നെ ആരാണ്? ഫ്രഞ്ചുകാരാണ്. അപ്പോൾ ഡച്ചുകാർക്ക് ശേഷം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികൾ ആരൊക്കെയാണ്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്?
ഒന്ന്, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ദക്ഷിണേന്ത്യയിൽ നടന്ന പോരാട്ടങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രസ്താവന 2, ഈ യുദ്ധങ്ങളിൽ ഫ്രഞ്ചുകാർ പൂർണ്ണ വിജയം നേടുകയും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ, 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയം നേടിയത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഫ്രഞ്ചുകാരല്ല. അന്തിമ വിജയം നേടിയത് ആരാണ്? ബ്രിട്ടീഷുകാർക്കാണ്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയം നേടിയത്. 38ാമത്തെ ക്വസ്റ്റ്യൻ, കർണാട്ടിക് യുദ്ധങ്ങളിലെ പരാജയത്തിന്റെ ഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം താഴെ പറയുന്ന ഏത് പ്രദേശങ്ങളിലായിട്ട് ചുരുങ്ങി? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. കർണാട്ടിക് യുദ്ധങ്ങളിലെ പരാജയത്തിന്റെ ഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം ഏതൊക്കെ സ്ഥലങ്ങളിലായിട്ടാണ് ചുരുങ്ങിയത്? പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങളിൽ പറയുന്നത് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങളാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. അപ്പോൾ കർണാട്ടിക് എന്ന് പറയുന്നത് ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് മേഖല എന്നറിയപ്പെടുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. 39ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് ഏതാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, ഫ്രഞ്ചുകാർ, മാഹി. ഇതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ ജോഡി? ഫ്രഞ്ചുകാർ, മാഹി. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് പഠിക്കാം. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളാണ് കൊച്ചി, ഗോവ, ദാമൻ ദിയു. ഇത് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളാണ് കൊച്ചി, ഗോവ, ദാമൻ ദിയു. ഇനി ഡച്ച് അധിനിവേശ പ്രദേശങ്ങളാണ് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഏതൊക്കെയാണ് ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇനി ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നത് ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറായി ചോദിക്കും. അപ്പോൾ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ ദിയു. ഡച്ച് അധിനിവേശ പ്രദേശങ്ങളാണ് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇനി ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിനായി ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഏത് വർഷത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി, 1600-ലാണ്. അപ്പോൾ ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിനായി ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ സ്ഥാപിച്ച വർഷം 1600-ലാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്